നാളെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്കിനെതിരെ പ്രതികരിച്ച ബിജെപി സംസ്ഥാന നേതാക്കൾ കർഷകർക്കും തൊഴിലാളികൾക്കുമൊപ്പം നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ എന്തിനാണ് സമരമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഉത്തർപ്രദേശാണോ, തമിഴ്നാടാണോ, കർണാടകയാണോ, തെലങ്കാനയാണോ, ആന്ധ്രയാണോ ഈ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അവർ കമ്പീറ്റ് ചെയ്യുന്നു. എല്ലാ സംസ്ഥാനം പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാനത്തിൽ വരൂ, ഇൻവെസ്റ്റ് ചെയ്യൂ, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൂ. കാരണം ഞങ്ങളുടെ രാജ്യത്തിൽ, ഞങ്ങളുടെ സ്റ്റേറ്റിൽ ടാലന്റ് ഉണ്ട്, ഇക്കണോമിക് എഫിഷ്യൻസി ഉണ്ട്, കോമ്പറ്റിറ്റീവ്നെസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത്? കംപ്ലീറ്റ് വിപരീതമായിട്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ പണിമുടക്കുണ്ട്, എഫിഷ്യൻസി ഇല്ല. പാർട്ടി സമരത്തിന്റെ എതിരെയല്ല, ട്രേഡ് യൂണിയനിസമിന്റെ എതിരെയല്ല. പക്ഷേ ഒരു വികസിത നാട് സൃഷ്ടിക്കാൻ പോവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. അതിന് ഒരു ഫ്രെയിംവർക്ക്, ഈ പണിമുടക്കുന്നതിന്റെ ഫ്രെയിംവർക്ക് എല്ലാം. ദേശീയ തൊഴിൽ നയത്തിനോട് എന്തിനാണ് വിയോജിപ്പെന്ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്ത തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ആവശ്യപ്പെട്ടു. പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്ന തൊഴിലാളി സംഘടനകൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം. രാജ്യത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നിലവിലുള്ള 144ഓളം നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ആണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ആ നിയമത്തെ